ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് പ്ലാൻ നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറിനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ്. മിക്കവാറും കുട്ടികൾക്ക് സംശയമുള്ള അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ സംശയം നിലനിൽക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ബജറ്റ് ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഡെഫിസിറ്റ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ബജറ്റ് ഡെഫിസിറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഗവൺമെന്റ് ഡെഫിസിറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായും 3 തരം ഡെഫിസിറ്റുകളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഒന്ന് റവന്യൂ ഡെഫിസിറ്റ്, റവന്യൂ കമ്മി എന്ന് പറയുന്നതും, ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ധനക്കമ്മി എന്ന് പറയുന്നതും, മൂന്നാമത് പ്രൈമറി ഡെഫിസിറ്റ്. ഇതാണ് നമുക്കിന്ന് പഠിക്കേണ്ട 3 ഡെഫിസിറ്റിനാണ്. ഒന്നുകൂടി പറയാം: റവന്യൂ ഡെഫിസിറ്റ്, ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആൻഡ് പ്രൈമറി ഡെഫിസിറ്റ്. ഈ 3 തരത്തിലുള്ള ഡെഫിസിറ്റുകളാണ് നമുക്ക് പഠിക്കേണ്ടത്. ഈ ഡെഫിസിറ്റുകളെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ബജറ്റിന്റെ റെസീറ്റിനെ കുറിച്ചും ബജറ്റ് എക്സ്പെൻഡിച്ചറിനെ കുറിച്ചും നേരത്തെ പഠിച്ചിരുന്നു. അത് ആ 4 പദങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ടായിരിക്കണം. എന്താണ് അതിൻ്റെ അർത്ഥവ്യത്യാസങ്ങളെന്ന്. അല്ലെങ്കിൽ ആ അർത്ഥവ്യത്യാസങ്ങൾ നമുക്ക് അറിയാത്തത് കൊണ്ടാണ് ഈ ഡെഫിസിറ്റ് ഭാഗത്ത് നമ്മൾക്ക് കൂടുതൽ സംശയം ഉണ്ടാകുന്നത്. അതിൻ്റെ അർത്ഥതലങ്ങളും അതിന് വരുന്ന വിഭാഗങ്ങളൊക്കെ നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ ഡെഫിസിറ്റ് നമുക്കൊരു ചർച്ചയേ അല്ല. കാരണം വളരെ കൃത്യമായും വൃത്തിയായിട്ടും പറയുന്ന ആശയങ്ങളാണത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യമായിട്ട് എന്താണ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ വരുമാനത്തേക്കാൾ ചെലവ് അധികമായതാണ് ഡെഫിസിറ്റ്. കമ്മി എന്നാ പറയുക. എന്ന് പറഞ്ഞാൽ നമ്മളുടെ രാജ്യത്ത് ചിലവ് ഇനങ്ങളാണ് ആദ്യം സർക്കാർ കണ്ടെത്തുന്നത്. പഞ്ചവത്സര പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോഴൊക്കെ ഗവൺമെന്റ് കണ്ടെത്തുന്നത് ആദ്യമായിട്ട് ചിലവാണ്. ഏതെല്ലാം മാർഗങ്ങൾ നമുക്ക് ചിലവഴിക്കണമെന്ന് കണ്ടെത്തുകയും പിന്നീട് ഈ ചെലവിനെ കണ്ടെത്താനായിട്ട് ഏതെല്ലാം മാർഗത്തിൽ നിന്ന് നമുക്ക് വരുമാനം ആർജിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ കണ്ടെത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ചെലവ് എപ്പോഴും കൂടുതലായിരിക്കും, വരുമാനം കുറവുമായിരിക്കും. അപ്പം അങ്ങനെ നമ്മൾക്ക് വരുന്ന അവസ്ഥയ്ക്കാണ് എന്ന് പറയുന്നത് കമ്മി എന്ന് പറയുന്നത്. കമ്മി ബജറ്റ് എന്നാ പറയാം. അപ്പോൾ റവന്യൂ കമ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? റവന്യൂ ചെലവുകൾ, റവന്യൂ എക്സ്പെൻഡിച്ചർ കൂടുകയും റവന്യൂ വരുമാനം കുറയുകയും ചെയ്യുന്ന അവസ്ഥയാണ്. എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. സർക്കാരിൻ്റെ അനിവാര്യമായി ചെയ്യേണ്ടുന്ന ചെലവുകളാണ്. എന്ന് പറഞ്ഞാൽ സർക്കാരിന് അനിവാര്യമായി ചെയ്യേണ്ട വികസന കാര്യങ്ങൾക്ക് സർക്കാർ പണം ചെലവഴിക്കുന്നു. ആ ചെലവഴിച്ച പണം സർക്കാരിന് വരുമാനത്തിലൂടെ ആർജിക്കാൻ കഴിയുന്നില്ല. എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ വരുമാനത്തെക്കാൾ കൂടുതൽ പണം സർക്കാർ ഈ മാർഗത്തിൽ ചെലവഴിച്ചിരിക്കുന്നു. അപ്പോൾ ആ ഒരു അന്തരമാണ് ഈ കമ്മി എന്ന് പറയുന്നത്. വരുമാനം കുറയുന്നു, ചെലവ് കൂടുന്നു. അപ്പോൾ കൂടിയ ചെലവും കുറഞ്ഞ വരുമാനവുമാണ് ഈ റവന്യൂ ഡെഫിസിറ്റിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ ഇത്തരം സന്ദർഭത്തിൽ ഇതിൻ്റെ 3 വശങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റ്. ഒന്നാമത്തത്, ഇത്തരം സന്ദർഭത്തിൽ സർക്കാർ എന്താ ചെയ്യുക? സ്വാഭാവികമായിട്ടും ചെലവ് കൂടിപ്പോയത് കൊണ്ട് സർക്കാർ ചെലവ് കുറയ്ക്കും. എന്ന് പറഞ്ഞാൽ സബ്സിഡികൾ കൊടുത്തിരുന്ന സബ്സിഡികൾ സർക്കാർ കുറച്ചുകൊണ്ട് ചെലവ് നിയന്ത്രിക്കാൻ നോക്കും. ഒന്ന്. രണ്ടാമത്തത്, സർക്കാർ എന്ത് ചെയ്യുന്നു? പണം അനിവാര്യമായി ചെലവഴിക്കേണ്ട മേഖലയിൽ ചെലവഴിക്കാവുന്ന അവസ്ഥയിൽ നിന്ന് പിന്തിരിയാൻ പറ്റാത്തത് കൊണ്ട് സർക്കാർ നിർബന്ധമായിട്ട് മറ്റു മാർഗങ്ങൾ കണ്ടെത്തി പണം കണ്ടെത്തും. എന്ന് പറഞ്ഞാൽ സർക്കാർ പൊതുജനങ്ങളിൽ നിന്നും ബോറോ ചെയ്തുകൊണ്ടോ, അല്ലെങ്കിൽ RBIയിൽ നിന്നും കടമെടുത്തത് കൊണ്ടോ, അല്ലെങ്കിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും പണം സമാഹരിച്ചുകൊണ്ടോ സർക്കാർ അത്തരം ചെലവുകൾ കണ്ടെത്താൻ ശ്രമിക്കും. ഇതാണ് സർക്കാരിന്റെ രണ്ടാമത്തെ വഴി. ബോറോയിങ്സ് ഫ്രം പബ്ലിക് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ബോറോയിങ്സ് ഫ്രം RBI എന്ന് പറഞ്ഞുകൊണ്ടോ, അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് ദ വേൾഡ്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ വേൾഡ് ബാങ്കിൽ നിന്നൊക്കെ പണം സമാഹരിച്ചുകൊണ്ട് സർക്കാർ അത്തരം ചെലവുകൾ കണ്ടെത്താൻ നോക്കും. ചെലവ് ചെയ്യാതിരിക്കാൻ സർക്കാർ നോക്കില്ല. കാരണം ജനങ്ങളുടെ ക്ഷേമമാണ് സർക്കാരിന്റെ ലക്ഷ്യം. അതുകൊണ്ട് മൂന്നാമത്തത്, ഇനി അതിലും നടന്നില്ലെങ്കിൽ സർക്കാർ കണ്ടെത്തുന്ന മൂന്നാമത്തെ വഴിയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഷെയറുകൾ കുറേശ്ശെ മാർക്കറ്റിൽ വിറ്റ്, സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റ് പണം സമ്പാദിക്കുക എന്നുള്ളത്. അത് നമ്മൾ വളരെ വൃത്തിയായിട്ട് നമ്മൾ പഠിച്ചിരുന്നു നേരത്തെ ഈ വിഷയം. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞത്. ഇപ്പം ഇങ്ങനെയുള്ള ഏതെല്ലാം മാർഗങ്ങളിലൂടെയൊക്കെ സർക്കാർ ഇതിനെ ഈ ചെലവ് കണ്ടെത്താനുള്ള വഴികൾ കണ്ടെത്തുമെന്നുള്ളതാണ് ഇതിന്റെ ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ സർക്കാരിന് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും, എന്തെല്ലാമാണ് സർക്കാരിന് രക്ഷപ്പെടാനുള്ള വഴികൾ എന്നാണ്. ഒന്നാമത്തത് നമ്മൾ പറഞ്ഞതുപോലെ എന്താണ്? എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക, സർക്കാരിന് ചിലവ് കുറയ്ക്കുക. രണ്ടാമത്തത് ടാക്സ് നോൺ ടാക്സ് റവന്യൂകൾ എന്ന് പറഞ്ഞാൽ ടാക്സിലൂടെയും ടാക്സ് ഇതര മാർഗത്തിലൂടെയുള്ള വരുമാനം ആർജിക്കുക. എന്തൊക്കെയാ ടാക്സ് മാർഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും സർക്കാരിന് കിട്ടുന്ന വരുമാനമാണ്.
നമ്മൾ നേരത്തെ പഠിച്ചു പ്രോഗ്രസീവ് ടാക്സ്, റിഗ്രസീവ് ടാക്സ്, വാറ്റ്, സ്പെസിഫിക് ടാക്സ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇതൊക്കെ ടാക്സിലൂടെയുള്ള വരുമാന മാർഗ്ഗങ്ങളാണ്. ഇതുപോലെ നോൺ ടാക്സ് റവന്യൂ പഠിച്ചു നമ്മൾ. ഫീസ്, ഫൈൻസ്, പെനാൽറ്റീസ്, എസ്റ്റേറ്റ്സ്, ഫോർഫീച്ചേഴ്സ്, ഇങ്ങനെയുള്ള സ്പെഷ്യൽ അസസ്മെന്റ്, ഇതൊക്കെ സർക്കാരിന്റെ ടാക്സ് ഇതര വരുമാന മാർഗ്ഗങ്ങളാണ്. ഇങ്ങനെയൊക്കെ സർക്കാർ പണം കണ്ടെത്തിയിട്ട് ഈ ചെലവുകൾ കണ്ടെത്തുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ചെലവ് കൂടുതലാണെങ്കിൽ ഇത് പോരാത്ത ഘട്ടങ്ങളിൽ പുറത്തുനിന്ന് പണം സമാഹരിച്ചുകൊണ്ടും ചെലവുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ചെലവുകൾ നിവർത്തിക്കുക എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ച് ബാധ്യതയായിട്ടുള്ളത്. അപ്പം ഇങ്ങനെ വരുന്ന എക്സ്പെൻസ്, ഇങ്ങനെ വരുന്ന ചെലവിലൂടെ വരുന്ന അധിക ചെലവിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഈ റവന്യൂ ഡെഫിസിറ്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് നീങ്ങാം, ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്താണെന്ന് വെച്ചാൽ അത് ബജറ്റ് എക്സ്പെൻഡിച്ചർ ബജറ്റ് റെസീപ്റ്റിനേക്കാൾ കൂടുതലായി എന്നുള്ളതാണ്. എന്താ ബജറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ? ബജറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ രണ്ട് എക്സ്പെൻഡിച്ചറാണ് ഉള്ളത്. അതിനകത്ത് ഒന്ന് റവന്യൂ എക്സ്പെൻഡിച്ചറും മറ്റൊന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും. എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗവൺമെന്റ് അനിവാര്യമായി ചെയ്യേണ്ട ചെലവുകളാണ്. ഉദാഹരണത്തിന് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുക, സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കുക, വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുക, കർഷകർക്ക് സബ്സിഡി കൊടുക്കുക, ഇതൊക്കെ ഒരു വശത്ത്. മറ്റൊന്ന് അനിവാര്യ ഘട്ടങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലും സുനാമി പോലുള്ള ഘട്ടങ്ങളിലൊക്കെ സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ അത്തരം മാർഗങ്ങളിൽ ചെലവ് കണ്ടെത്തുക. ഇതൊക്കെ സർക്കാർ അനിവാര്യമായി സമൂഹ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യേണ്ട ചെലവുകളാണ്. ഇതുകൊണ്ട് സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിന്റെ ഒരു ആസ്തി ഉണ്ടാകുന്നുമില്ല, സർക്കാരിന്റെ ലയബിലിറ്റി കുറയാനും പോകുന്നില്ല. ഇത് സർക്കാർ നിർബന്ധമായും ചെയ്യേണ്ടതാണ്. ഇവിടെ ഓർക്കേണ്ടത് അവിടെ ഉപയോഗിക്കേണ്ട വാക്ക് നെയ്തറാണ്. ആസ്തി കുറയ്ക്കുന്നുമില്ല, ആസ്തി ഉണ്ടാക്കുന്നുമില്ല, ലയബിലിറ്റി കുറയ്ക്കുന്നുമില്ല. സർക്കാർ അത് ചെലവ് ചെയ്തേ പറ്റൂ. ഈ ചെലവ് കൊണ്ട് സർക്കാരിന് എന്താ ആസ്തി ഉണ്ടാക്കാൻ പറ്റും? സർക്കാരിന് കുറെ വരുമാനം കുറഞ്ഞു മാത്രം. അപ്പൊ അതാണ് ഏത് പറയുന്നത്? റവന്യൂ എക്സ്പെൻഡിച്ചർ പറയുന്നത്. എന്നാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പറയുന്നതോ ഇത്തരം ചെലവ് കൊണ്ട് സർക്കാരിനെ സംബന്ധിച്ച് അസറ്റ് ഉണ്ടാക്കാൻ പറ്റും, സർക്കാരിന്റെ ലയബിലിറ്റി കുറയ്ക്കാനും പറ്റും. ഏത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടായാൽ. എന്താ കാരണം? ഉദാഹരണത്തിന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ സർക്കാർ ഒരു മെട്രോ നിർമ്മിച്ചു, അല്ലെങ്കിൽ സർക്കാർ ഒരു റോഡ് നിർമ്മിച്ചു, ഒരു പാലം നിർമ്മിച്ചു. അതിൽ നിന്നും ജനങ്ങൾക്ക് ഉണ്ടാകുന്ന സൗകര്യങ്ങളും ഒന്ന്. രണ്ടാമത്തത് ഒരു അസറ്റായിട്ട് സർക്കാരിന് കാണാൻ പറ്റും. അതൊരു അസറ്റാണ്. ആ പാലം എത്രത്തോളം കാലം അവിടെ ഇരിക്കുന്നുവോ അതൊരു അസറ്റാണ് സർക്കാരിന്റെ. അല്ലെങ്കിൽ ഒരു മെട്രോ എത്ര കാലം ഇരിക്കുന്നുവോ, ഒരു എയർപോർട്ട് എത്ര കാലം ഇരിക്കുന്നു, ഇതെല്ലാം സർക്കാരിന്റെ അസറ്റുകളാണ്. അപ്പൊ അസറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇതിലൂടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലൂടെ അസറ്റ് ക്രിയേറ്റ് ചെയ്തു. അല്ലെങ്കിൽ മുമ്പെടുത്ത കടം തിരിച്ചടച്ചു, അല്ലെങ്കിൽ കടത്തിന്റെ പലിശ അടച്ചു. അപ്പൊ അങ്ങനെ വരുമ്പോൾ സർക്കാരിന്റെ ലയബിലിറ്റി ആയിരുന്നു ഇത് കൊടുക്കുക എന്നുള്ളത്. ഒരു ഭാഗം അടച്ചപ്പോൾ അത്തരം കടത്തിന്റെ ഭാരം, നാഷണൽ ഡെപ്റ്റിന്റെ ഭാരം കുറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം ലയബിലിറ്റി കുറച്ചു എന്ന്. എന്ത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പൊ ഇങ്ങനെ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെയും ഇത്തരം മാർഗത്തിലൂടെയൊക്കെ സർക്കാർ എന്ത് ചെയ്യുന്നു? അസറ്റ് എക്സ്പെൻഡിച്ചർ, പണം ചെലവഴിക്കുന്നു. അപ്പൊ ഈ രണ്ട് ചെലവഴിക്കലും കൂടെ ചേർന്നതാണെന്ന് പറയുന്നത് ബജറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. മനസ്സിലായോ? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന രീതിയിൽ ചെലവഴിച്ച സർക്കാരിന് അനിവാര്യമായ ചെലവുകളും ഇത്തരത്തിൽ അസറ്റ് ഉണ്ടാക്കാനായി ചെലവഴിച്ച മുഴുവൻ ചെലവുകളെയും കൂട്ടി നമുക്ക് എന്ത് വിളിക്കാം? ബജറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ എക്സ്പെൻഡിച്ചർ കൂടുന്നു, സ്വാഭാവികമാണ്. എന്തിനേക്കാൾ? ബജറ്റ് റെസീറ്റിനേക്കാൾ. അപ്പൊ എന്തൊക്കെയാ ബജറ്റ് റെസീറ്റ് നോക്കാം. ബജറ്റ് റെസീറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് ഇനങ്ങളാണ്. ഒന്ന് റവന്യൂ റെസീറ്റ്സ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഏതൊക്കെയാ? ടാക്സ്, നോൺ ടാക്സ് റവന്യൂകൾ, സർക്കാരിന് കിട്ടുന്ന വരുമാനങ്ങൾ. അതിലൂടെ സർക്കാരിന് യാതൊരു തരത്തിലുള്ള സർക്കാരിന്റെ ലയബിലിറ്റി കുറയുന്നുമില്ല, അസറ്റ് കൂടുന്നുമില്ല. കൂടുന്നുണ്ടോ? സർക്കാർ വരുമാനം കണ്ടെത്തുന്നു. നെയ്തർ ക്രിയേറ്റ്സ് എനി ലയബിലിറ്റി നോ റെഡ്യൂസസ് ദ അസറ്റ്. സർക്കാരിന്റെ അസറ്റ് കുറയ്ക്കുന്നില്ല, സർക്കാരിന്റെ ലയബിലിറ്റിയും ഉണ്ടാക്കുന്നില്ല. നോർ ക്രിയേറ്റ്സ് എനി ലയബിലിറ്റി ടു ദ ഗവൺമെന്റ്. ഈ കളക്ഷനിലൂടെ സർക്കാരിന് എന്ത് കളക്ഷൻ ഉണ്ടാകുന്നത്? സർക്കാർ വരുമാനം നികുതി കളക്ട് ചെയ്യുന്നതിലൂടെ സർക്കാരിന് എന്ത് ലയബിലിറ്റി ഉണ്ടാകുന്നത്? ഒരു ലയബിലിറ്റിയും ഇല്ല. സർക്കാരിന്റെ ഏത് അസറ്റാണ് കുറച്ചത്? നമ്മൾ ടാക്സ് അടച്ചപ്പോൾ സർക്കാർ ഏത് അസറ്റ് കുറഞ്ഞു? നമ്മളുടെ ടാക്സ് നമ്മൾ അടച്ചപ്പോൾ നമ്മുടെ അസറ്റ് കുറഞ്ഞു എന്നല്ലാതെ സർക്കാരിന് അസറ്റ് കുറഞ്ഞിട്ടുമില്ല, സർക്കാരിന് ലയബിലിറ്റി ഉണ്ടാക്കിയിട്ടുമില്ല. എന്തുകൊണ്ട്? ഈ റവന്യൂ റെസീറ്റ്സിലൂടെ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്യാപിറ്റൽ റെസീറ്റ്സ് എന്ന് പറഞ്ഞാൽ എയ്തർ ക്രിയേറ്റ്സ് ലയബിലിറ്റി ഓർ ഇറ്റ് റെഡ്യൂസസ് അസറ്റ് ഓഫ് ദ ഗവൺമെന്റ്. അത് ലയബിലിറ്റിയാണ്. എന്താ കാരണം? അത്തരത്തിലുള്ള സമാഹരിക്കൽ എന്ന് പറയുന്നത് സർക്കാരിന്റെ അസറ്റ് കുറയുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഉദാഹരണത്തിന് പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഷെയർ സർക്കാർ വിറ്റു കിട്ടുക മാർക്കറ്റിൽ, സർക്കാരിന്റെ അസറ്റ് കുറഞ്ഞില്ലേ? ആ സ്ഥാപനം അത്രയും ഷെയർ സ്വകാര്യ വ്യക്തിയുടെ കയ്യിലായി. ഘട്ടം ഘട്ടമായി അങ്ങനെ പോയാൽ മൊത്തത്തിലെ കമ്പനി പിന്നീട് സ്വകാര്യ വ്യക്തിയുടെ കയ്യിലായി. സർക്കാരിന്റെ അസറ്റ് കുറഞ്ഞു. ഇനി ലയബിലിറ്റി ഉണ്ടാക്കി എന്ന് പറഞ്ഞാലോ? റിക്കവറി ഓഫ് ലോൺസ്.
ലോൺ തിരിച്ചു പിടിച്ചു, അല്ലെങ്കിൽ ബോറോ ചെയ്തു മണി പുറത്തുനിന്ന്, ചെലവുകൾ കണ്ടെത്താനായിട്ട് പണം പുറത്തുനിന്ന് കണ്ടെത്തിയാൽ അതൊരു ലയബിലിറ്റിയാണ്, നമ്മൾ കൊടുക്കണം. ദാറ്റ്സ് ക്രിയേറ്റ് ലയബിലിറ്റി ഇൻ ദ കൺട്രി. അല്ലെങ്കിൽ റിഡ്യൂസ് ദ അസെറ്റ്. യെസ്, പൊതുമേഖലാ സ്ഥാപനം വിറ്റപ്പോൾ അസറ്റ് കുറഞ്ഞു. അപ്പോൾ ഇതൊക്കെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ലയബിലിറ്റി ഉണ്ടാക്കിയതാണ്, അസറ്റ് കുറച്ചാണ്. ഏത്? ക്യാപിറ്റൽ റെസീറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റവന്യൂ റെസീറ്റ്സ് ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നെയ്തർ ക്രിയേറ്റഡ് എ ലയബിലിറ്റി നോ റിഡ്യൂസ് ദ അസറ്റ് ഓഫ് ദ ഗവൺമെന്റ്. വെറുതെ കളക്ട് ചെയ്ത് വച്ചോളൂ. പക്ഷേ ഈ ചെലവുകൾ എന്ന് പറയുന്നത്, ആ ചെലവ് അത് ഈ റവന്യൂ റെസീറ്റ്സ് തികയാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ക്യാപിറ്റൽ റെസീറ്റിന്റെ പുറകെ പോയത്. അപ്പോൾ അത്തരത്തിൽ വന്ന ആ ചെലവുകൾ സർക്കാരിനെ സംബന്ധിച്ചൊരു ബാധ്യതയാണ്. ആദ്യം കിട്ടിയത് ഒരു ബാധ്യതയുമല്ല. അപ്പൊ ഇങ്ങനെ ഈ രണ്ടും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ബഡ്ജറ്റ് റെസീറ്റ്സ് എന്ന് പറയുന്നത്. ഈ രണ്ടും കൂടെ കൂട്ടിയിട്ടും നമ്മൾ നേരത്തെ കണ്ടെത്തിയ എക്സ്പെൻഡിച്ചറിന് തികഞ്ഞില്ലെങ്കിൽ എന്തായി? ഡെഫിസിറ്റ് വന്നു. ആ ഡെഫിസിറ്റ് ആണെന്ന് പറയുന്നത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ രാജ്യത്തിന്റെ ചെലവ് എപ്പോഴും കൂടുതലാണ്, വരുമാനം എപ്പോഴും കുറവാണ്. മാത്രമല്ല ടാക്സ് അടക്കേണ്ട ആളുകൾ പലരും ടാക്സ് അടക്കാതെ രക്ഷപ്പെടുകയാണ് സർക്കാരിനെ പറ്റിച്ചുകൊണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി സർക്കാർ പ്രതീക്ഷിക്കുന്ന വരുമാനം കിട്ടുന്നില്ല. അപ്പൊ സർക്കാർ എന്ത് ചെയ്യണം? ചെലവ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ സർക്കാർ നിർബന്ധമായിട്ടും ചെലവ് ചെയ്യാൻ ബാധ്യസ്ഥരാകും. അങ്ങനെ ചെലവ് ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതിനാണ് ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ സർക്കാർ കടം വാങ്ങി ചെലവഴിക്കുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു? രാജ്യത്ത് ഒന്ന് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നു, പണപ്പെരുപ്പം ഉണ്ടാകുന്നു. ബോറോ ചെയ്ത് സ്പെൻഡ് ചെയ്യുമ്പോൾ ആ ജനങ്ങളുടെ കയ്യിലേക്കാണ് കാശാകെ വന്നു ചേരുന്നത്. അങ്ങനെ വരുമ്പോൾ ജനങ്ങളുടെ കയ്യിൽ പർച്ചേസിംഗ് പവർ കൂടുന്നു. അങ്ങനെ വരുന്നതുകൊണ്ട് രാജ്യത്ത് പണപ്പെരുപ്പം ഉണ്ടാകുന്നു. ഒന്ന്. രണ്ടാമത്തത്, രാജ്യത്തിന്റെ പൊതുകടം വർദ്ധിക്കുന്നു. കാരണം വീണ്ടും ബോറോ ചെയ്യുന്നത് കൊണ്ട് കടം പെരുകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വരുന്ന തലമുറയ്ക്ക് ഒരു ബാധ്യത ഉള്ള രാജ്യമായിട്ട് നമുക്ക് തോന്നുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. മൂന്നാമത്തത്, നമ്മൾ ഫോറിൻ രാജ്യങ്ങളോടുള്ള ആശ്രയം, അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥ കൂടും. കാരണം സ്വന്തമായ രാജ്യത്ത് മീറ്റ് ചെയ്യാനുള്ള സോഴ്സുകളില്ല, കണ്ടമാനം തുക ചെലവഴിക്കാനുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റു വിദേശ രാജ്യങ്ങളെ, വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നു. അതുമൂലം നമ്മുടെ ഇക്കോണമിയെ കുറിച്ചുള്ള അവരുടെ സങ്കല്പം, ഈ ഇക്കോണമി എന്ന് പറയുന്നത് വളരെ മോശമാണ്. കാരണം ഒരു GDP ഇല്ല, ഒരു വികസനവും ഇല്ലാത്ത രാജ്യമാണെന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് വിദേശ രാജ്യങ്ങൾ കണക്കൂട്ടുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത്തരം ഘട്ടങ്ങളിൽ സർക്കാർ എങ്ങനെയാണ് ഈ അവസ്ഥ കരകയറുന്നത് നമുക്കറിയണ്ടേ? പ്രധാനമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിനകത്തു നിന്നും രാജ്യത്തിന്റെ വെളിയിൽ നിന്നും സർക്കാർ ബോറോ ചെയ്യും. ബോറോയിങ്സ് തന്നെയാണ്. ഈ പറഞ്ഞ എല്ലാ ഡെഫിസിറ്റുകളെയും ഓവർകം ചെയ്യാൻ സർക്കാർ കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട വഴി ബോറോയിങ്സ് ആണ്. ജനങ്ങളിൽ നിന്നും പണം സമാഹരിക്കുക, ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി, അകത്തുനിന്നും പുറത്തുനിന്നും. പുറത്തുനിന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ മോണിറ്ററി ഏജൻസീസ്, ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ രണ്ടാമത്തെ വഴി ഡെഫിസിറ്റ് ഫിനാൻസിങ്. അത് സ്വന്തമായി നമുക്ക് ചെയ്യാവുന്ന വഴിയാണ്. നോട്ടടിച്ചു കൂട്ടുക. പക്ഷെ അതിനും സ്വർണ്ണത്തിന് നിക്ഷേപം വെക്കണം എന്നുള്ളത് നമുക്കറിയാം. മണി ആൻഡ് ബാങ്കിങ് ലെസൺ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അങ്ങനെ വെറുതെ നോട്ടടിച്ച് കൂട്ടാൻ കഴിയില്ല. അങ്ങനെ അടിച്ചു കൂട്ടിയാൽ അത് എന്തുണ്ടാക്കും? നാട്ടിൽ ഇൻഫ്ലേഷൻ ഉണ്ടാക്കും. അപ്പൊ ഇത്തരത്തിലുള്ള രണ്ട് മാർഗത്തിലൂടെയാണ് ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് ഗവൺമെന്റ് കണ്ടെത്തുന്നത്. ഒന്ന് ബോറോയിങ്സ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിനകത്തു നിന്നും ജനങ്ങളിൽ നിന്നും എടുക്കുന്നു, അല്ലെങ്കിൽ പുറത്തുള്ള ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും സംഘടിപ്പിക്കുന്നു എക്സ്റ്റേണലി. അല്ലെങ്കിൽ രണ്ടാമത്തെ വഴി എന്താണ്? ഡെഫിസിറ്റ് ഫിനാൻസിങ് ബൈ RBIയുടെ നോട്ട് ഇഷ്യൂ ആണ് രണ്ടാമത്തെ ഓപ്ഷൻ. മനസ്സിലായല്ലോ? മൂന്നാമത്തെ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് പ്രൈമറി ഡെഫിസിറ്റ് എന്നാണ് പറയുന്നത്. പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന ഒന്നേ ഉള്ളൂ. ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ നിന്നും ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് കുറച്ചാൽ കിട്ടുന്നതാണ് പ്രൈമറി ഡെഫിസിറ്റ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്പെൻഡിച്ചർ റവന്യൂ ആയിട്ടുള്ള ബന്ധം പറയുന്നില്ല. ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ നിന്നും ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതിനെ പ്രൈമറി ഫിസ്ക്കൽ ഡെഫിസിറ്റിന്റെ ഒരു ഭാഗമാണെന്ന് പറയാം. ശരിക്കും ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആണ്, അല്ലേ? കാരണം മൊത്തം ചെലവും വരുമാനവും കൂടി ഉൾപ്പെടുത്തിയാണ്. റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ റവന്യൂ ഭാഗം മാത്രമേ ഉള്ളൂ, റവന്യൂ റെസീറ്റ്സും റവന്യൂ എക്സ്പെൻഡിച്ചറും ഉള്ളൂ. എന്നാൽ പ്രൈമറി ഡെഫിസിറ്റ് ഇതൊന്നുമില്ല. ഫിസിക്കൽ ഡെഫിസിറ്റിൽ നിന്നും രാജ്യം എത്ര തുക ഇൻട്രസ്റ്റിന് വേണ്ടി ചെലവഴിച്ചോ അത് ഒഴിവാക്കിയാൽ, അത് കിഴിച്ചാൽ എന്ത് കിട്ടും? നമുക്ക് പ്രൈമറി ഡെഫിസിറ്റ് കിട്ടും. എന്ന് പറഞ്ഞാൽ രാജ്യം പ്രധാനമായും ബോറോ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾക്കാണെന്നാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, കറണ്ട് ഇയറിലെ ചെലവുകൾ മീറ്റ് ചെയ്യാനാണ്. ഫണ്ടിങ് കറണ്ട് ഇയേഴ്സ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. എത്ര ഡെഫിസിറ്റ് ഉണ്ടായിട്ടുണ്ടോ ഈ വർഷം അത് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് രാജ്യത്തിന്റെ ലക്ഷ്യം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഫണ്ട് കണ്ടെത്തുന്നു, ബോറോ ചെയ്യുന്നു. രണ്ടാമത്തത് പലിശ തിരിച്ചടക്കാനായിട്ട്, പേയ്മെന്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുക. എന്നാൽ പ്രൈമറി ഡെഫിസിറ്റിൽ നമ്മൾ പറയുന്നത് രാജ്യം ബോറോ ചെയ്യുന്നത് ഒരൊറ്റ കാര്യത്തിനാണ്. എന്തിനാണത്? ഈ കറണ്ട് ഇയറിലുണ്ടായ ഡെഫിസിറ്റ് മീറ്റ് ചെയ്യാനായിട്ട് മാത്രമാണ് പണം ബോറോ ചെയ്യുന്നുള്ളൂ. ഇൻട്രസ്റ്റ് അടയ്ക്കാനായിട്ട് പണം ബോറോ ചെയ്യുന്നില്ല.
അപ്പോൾ ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് എന്നുള്ള ആശയം നിങ്ങളുടെ ഉള്ളിൽ വയ്ക്കണം. ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് എവിടെയില്ല? ഈ പറയുന്ന പ്രൈമറി ഡെഫിസിറ്റിലില്ല. എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഡെഫിസിറ്റിൽ നിന്നും ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പ്രൈമറി ഡെഫിസിറ്റ് കിട്ടും. മനസ്സിലായോ? വളരെ ചെറിയൊരു ഭാഗമാണിത്. ഇനി ഇതിന്റെ ഇമ്പാക്റ്റ് എന്താണ് സൊസൈറ്റിയിൽ? തീർച്ചയായിട്ടും ഇങ്ങനെ ബോറോയിങ്സ് കൂടി വരിക എന്നുള്ളത് രാജ്യം കടക്കണിയിലേക്ക് നീങ്ങുന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബോറോയിങ്സ് പരമാവധി കുറച്ചു കൊണ്ടുവരാനുള്ള ആഭ്യന്തര ആസ്തികൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. രാജ്യത്തിനകത്ത് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റീവായ വ്യാവസായിക മേഖലയിലൊക്കെ മേഖലയൊക്കെ ഉഷാറാക്കിയിട്ട് നമുക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ ആഭ്യന്തര മേഖലയെ നമുക്കൊരു സെൽഫ് റിലയൻസ് നേച്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ ഇത് നമുക്ക് നമ്മുടെ രാജ്യത്തിന് അനുകൂലമാണ്. അങ്ങനെ പരമാവധി ബോറോയിങ്സ് കുറയ്ക്കുക, അങ്ങനെ രാജ്യത്തെ നിലനിർത്തുക. ഇതാണ് ഈ ഡെഫിസിറ്റിലൂടെ നമുക്ക് പഠിക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ റെസീറ്റ്സും തമ്മിലുള്ള വ്യത്യാസമാണ്. എക്സ്പെൻഡിച്ചർ കൂടുതലാണ്, റെസീറ്റ്സ് കുറവാണ്. എക്സ്പെൻഡിച്ചർ എന്താണെന്ന് അറിയാലോ? സർക്കാരിന് പൊതുവായ ചെലവുകൾ, ജീവനക്കാർ കൊടുക്കുന്ന ശമ്പളവും പെൻഷനും അത്തരത്തിലുള്ള സ്കോളർഷിപ്പ് കാര്യങ്ങളും കൂടാതെയുള്ള മറ്റു അനുബന്ധ ചെലവുകളും ആണ് എക്സ്പെൻഡിച്ചർ വരുന്നത്. റെസീറ്റ്സ് ഞാൻ പറഞ്ഞല്ലോ, ടാക്സ് നോൺ ടാക്സ് റവന്യൂ ആണ് റെസീറ്റ്സ്. ഇതാണ് റവന്യൂ ഡെഫിസിറ്റ് എന്നുള്ള ചെറിയ ഭാഗം. പിന്നെ വലിയ ഭാഗമാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അതിൽ ബജറ്റ് റെസീറ്റ്സും ഉണ്ട്, ബജറ്റ് എക്സ്പെൻഡിച്ചറും ഉണ്ട്. ബജറ്റ് എക്സ്പെൻഡിച്ചർ ബജറ്റ് റെസീറ്റ്സിനേക്കാൾ കൂടിപ്പോയ അവസ്ഥയാണ് ഈ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അതെങ്ങനെ മീറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ബജറ്റ് ഡെഫിസിറ്റിൽ നിന്നും ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് കുറച്ചാൽ, സബ്സ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നതാണെന്ന് പഠിച്ചു. ഇത്രയാണ് നമുക്ക് ഈ ഡെഫിസിറ്റുമായിട്ടുള്ളത്. പിന്നെ പൊതുവായി പറഞ്ഞാൽ ഈ ഡെഫിസിറ്റുകളൊക്കെ മീറ്റ് ചെയ്യാൻ സർക്കാർ കണ്ടെത്തിയിരിക്കുന്ന വഴികൾ: ഒന്ന്, ടാക്സ് കൂട്ടുക; രണ്ട്, എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക, അല്ലെങ്കിൽ ബോറോയിങ്സ് കൂട്ടുക; പിന്നെ അല്ലെങ്കിൽ പ്രിന്റിംഗ് ഓഫ് കറൻസി, നോട്ട് അച്ചടിക്കുക. ഇതൊക്കെയാണ് പൊതുവായ മാർഗങ്ങൾ. അപ്പോൾ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നാളെ ഈ ബജറ്റിന്റെ ഇഫക്റ്റുകൾ എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. താങ്ക് യു.